ഇന്ന് വന്നിട്ടുള്ളത് HP വിക്ടേഴ്സ് ലാപ്ടോപ്പാണ്. കംപ്ലൈൻറ്റ് വെച്ചാൽ അഡാപ്റ്റർ കണക്ട് ചെയ്താൽ മാത്രം ഓണാവും. അഡാപ്റ്റർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഓഫായി പോകുന്നു. ഇതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ബോർഡ് റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്ക് പാനൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. എയ്റ്റ് വോൾട്ടേജാണ് കാണിക്കുന്നത്, 8.8. പക്ഷെ അത് കുറവാണ്. ബാറ്ററീൻ്റെ വോൾട്ടേജ് 11 സംതിങ് ആണ്. അപ്പോൾ 8 വോൾട്ടേജ് കിട്ടുന്നത് കുറവാണ്. അപ്പോൾ മൊത്തത്തിൽ ഡാറ്റ ലൈൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഡാറ്റ ലൈനിൽ 3 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ക്ലോക്ക് വോൾട്ടേജ് 0 ആണ്. മേ ബി ട്രാക്ക് വല്ലതും കട്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഈ ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ചാർജ് കയറുന്നില്ല. ചാർജ് ഫുൾ ടൈം 100 എന്ന് കാണിക്കും. ബാറ്ററി ഡിസ്കണക്ട് ചെയ്താലും കണക്ട് ചെയ്താലും 100 എന്ന് കാണിക്കും. ബാറ്ററി മാറി നോക്കിയിട്ടും സെയിം കണ്ടീഷൻ. ബാറ്ററീൻ്റെ നിലവിലുണ്ടായ ബാറ്ററീൻ്റെ സെൽസ് വീക്കാണെന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കി. സെൽസ് ഒക്കെ ഓക്കെയാണ്, എന്നിട്ടും സെയിം പ്രോബ്ലം. ഇതിൽ വരുന്ന ടാസ്ക് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്കിൻമാറ്റിക്സ് ബോർഡ് വ്യൂ ഒന്നുമില്ല നെറ്റിൽ. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. വൈറ്റും യെല്ലോ ഡാറ്റ ലൈനാണ്. അപ്പോൾ ഇതിൽ ഒന്നിൽ ഡാറ്റ ലൈനിൻ്റെ ഒരു പിന്നിൽ 3 വോൾട്ടേജ് വരുന്നുണ്ട്, മറ്റേ പിന്നിൽ വോൾട്ടേജ് വരുന്നില്ല. അപ്പോൾ അതായിരുന്നു കണ്ടീഷൻ. പക്ഷെ അത് എനിക്ക് കൺഫേം ആക്കാനും പറ്റുന്നില്ല അത് ഡാറ്റ ലൈൻ തന്നെയാണോ. എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്കിൻമാറ്റിക്സ് ഒന്നും നെറ്റിലില്ലാത്തത് കൊണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കോംപ്ലിക്കേറ്റഡായ ഒരു വർക്കായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടി. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മൾട്ടിമീറ്റർ ബസർ റേഞ്ചിലിട്ട് എന്തായാലും എനിക്ക് ഇതിൻ്റെ കണക്ഷൻ ഏകദേശം എനിക്ക് അറിയായിരുന്നു. സിമിലറാണ് എല്ലാത്തിൻ്റെയും, എല്ലാ ലാപ്ടോപ്പിലും വരുന്ന ബാറ്ററി. ഇതിൻ്റെ കണക്ഷൻ സിമിലറാണ്. ഇതിൻ്റെ ഡാറ്റ ലൈൻ ചാർജിങ് IC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതേ ഡാറ്റ ലൈൻ ഡയറക്റ്റ് സൂപ്പർ IOമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ ഡാറ്റ ലൈനാണ് മിസ്സിങ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ട്രേസ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ഡാറ്റ ലൈന് ആയിരിക്കുമെന്ന്, അതായത് ബാറ്ററി കണക്ടറിൽ വൈറ്റ് യെല്ലോ. അപ്പോൾ ഇതാണ് എല്ലാ ഇതിലും അധികം ബാറ്ററിയിലും ഡാറ്റ ലൈന് വരുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു റെസിസ്റ്ററാണ്, മൾട്ടിമീറ്ററിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ഈ ഒരു റെസിസ്റ്റർക്കാണ് പോകുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് ഒരു ഇതിൻ്റെ പിന്നിലുണ്ട ഒരു ഡയോഡ് പ്രൊട്ടക്ഷൻ ഡയോഡ് വഴി സൂപ്പർ IOക്ക് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈന് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചാർജിങ് ICയുടെ ഒരു പിന്നിൽ ബസർ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡാറ്റ ലൈനെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേണ്ട ഈ ലൈനിൽ ഒന്നും ഇതില്ല. മൾട്ടിമീറ്റർ ഓം റേഞ്ചിലിട്ടിട്ട് നോക്കിയാകുമ്പോൾ ഇൻഫിനിറ്റി ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ട്രേസ് ചെയ്ത് ഇതിൻ്റെ സൂപ്പർ IO ഒന്ന് തൊട്ടിട്ട് ചാർജിങ് ICയിലേക്ക് ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ ആ ലൈന് ചാർജിങ് ICക്ക് വരുന്നുണ്ട്, പക്ഷേ കണക്ടർക്ക് വരുന്നില്ല. ടേക്ക് വരുന്നുണ്ട്. ഇവിടെ ഈ പോയിന്റിലേക്ക്
പോയിൻറ്റിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ഒരു ഇതുമില്ല, കണക്ഷനുമില്ല. അപ്പോൾ മേ ബി ഇതിൻ്റെ ഇപ്പുറത്തത് ഈ ഡാറ്റ ലൈനായിരിക്കും നോക്കിയാൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ, അതായത് ഇവിടെ നിന്ന് ചാർജിങ് ഐസിക്ക് കണക്ഷനുണ്ട്, സൂപ്പർ ഐക്ക് കണക്ഷനുണ്ട്, പക്ഷേ ഇവിടുത്തെ ഒരു പിന്നിലേക്ക് കണക്ഷനില്ല. അപ്പോൾ മേ ബി ഇതായിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് ജമ്പർ അടിച്ചു. അങ്ങനെ ജമ്പർ അടിച്ചതിന് ശേഷം ബോർഡ് പക്ക ഓണായി, പ്രോപ്പറായിട്ട് വോൾട്ടേജ് എടുക്കുന്നുണ്ട്, ചാർജിങ് ഓക്കെ, എല്ലാം ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡാറ്റ ലൈൻ മിസ്സായതാണ്. ട്രാക്ക് ഇൻറ്റേർണലി ആയിട്ട് പൊട്ടിപ്പോയതോ അങ്ങനെ എന്താണ്. അപ്പോൾ ഈ ബോർഡ് ഓക്കെ ആയിട്ടുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാപ്ടോപ്പ് ഓക്കെ ആയിട്ടുണ്ട്. ചാർജ് അപ്പോൾ അഡാപ്റ്ററിൽ ചാർജും കയറുന്നുണ്ട്. അപ്പോൾ നേരത്തെ 46% ഉണ്ടായി, ഇപ്പോൾ 47. ചാർജ് പ്രോപ്പറായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ അഡാപ്റ്റർ ഡിസ്കണക്ട് ചെയ്തിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. പ്രോപ്പറായിട്ട് ബാറ്ററിയിലും റൺ ആകുന്നുണ്ട്. നേരത്തെ അഡാപ്റ്റർ ഡിസ്കണക്ട് ചെയ്ത ഉടനെ ഓഫായി പോകുമായിരുന്നു. ഇപ്പോൾ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, സ്ക്രീനിൽ കാണുന്നുണ്ട് 47%. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ കാണാം.